അഭിഷേകത്തിന് കൈമാറുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. 51-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. 11, നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. ഈ സംഗീതം മുമ്പ് എപ്പോഴും ഞാൻ ശുശ്രൂഷയുള്ളത് കൊണ്ട് അതിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ദാവീദിന്റെ ഒരു സംഗീതമാണല്ലോ. മടങ്ങി വരുന്ന സമയത്ത് ദൈവത്തോടുള്ള ബന്ധത്തിൽ, സ്നേഹബന്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് എഴുതിയ, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ അദ്ദേഹം എഴുതിയ ഒരു സംഗീതമാകുന്നല്ലോ 51-ാം സംഗീതം. ഈ വാക്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഹല്ലേലൂയ, നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. എല്ലാ സാറ്റർഡേയിലും സൺഡേയിലും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന, അന്നേരം മാത്രം വെളിപ്പെടുന്ന ഒരാത്മശക്തി കൊണ്ടല്ല, സ്ഥിരമായി നിൽക്കുന്ന ഒരാത്മാവിനെ കൊണ്ട് എന്നെ പുതുക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. ഹല്ലേലൂയ, നേർനിലത്തിൽ നമ്മെ നടത്തുന്ന, ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന വഴി ഇതാകുന്നു, ഇതിൽ തന്നെ നടന്നുകൊള്ളുവിന് നമ്മോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ എന്നാണ് ദാവീദ് സംസാരിക്കുന്നത്. ദാവീദ് സംഗീതത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്നാനത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുവാനിടയായിട്ടൊന്നുമല്ലോ. ഞാൻ വിമലിനോട് പ്രത്യേകമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ സ്നാനപ്പെട്ട ആ ദിവസമാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ, അന്യഭാഷയിൽ നിറഞ്ഞ, അഭിഷേകത്തിൽ നിറഞ്ഞ കർത്താവിനെ ആരാധിക്കുവാൻ ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ. കാലഘട്ടം മാറും. 20 വർഷങ്ങൾക്ക് മുമ്പാണ്. കാലഘട്ടം മാറും. ഹല്ലേലൂയ. ആത്മാവിനൊരു മാറ്റവുമില്ല, ദൈവവചനത്തിനൊരു മാറ്റവുമില്ല. ഹല്ലേലൂയ. ഇപ്പോഴും പ്രവർത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഇപ്പോഴും നിറയ്ക്കുവാൻ കഴിയുന്ന, ഹല്ലേലൂയ, നിന്റെ വായു സ്ഥാനത്തിൽ തുറക്ക, ഞാനതിനെ നിറയ്ക്കാമെന്നും വിക്കി വിക്കി പറയുന്ന ഘടകങ്ങളാൽ ഈ ജനം എന്നെ സ്തുതിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഞാൻ ഇവരോട് പറഞ്ഞു, ഹല്ലേലൂയ, സ്നാനം കഴിഞ്ഞുള്ള ആരാധനയിൽ വളരെ പ്രത്യേകത ഹല്ലേലൂയ ഉള്ളതായി കാണണം. ഹല്ലേലൂയ, ഒരുപക്ഷേ ഈ ആരാധനയിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാൻ നിനക്ക് കഴിയും. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ ആയിരിക്കണമെന്ന് പറയുവാനിടയായിത്തീർന്നു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചപ്പോൾ, സ്നാനത്തെ കുറിച്ച് നാം ചിന്തിച്ചു വന്നപ്പോൾ ഒരു കാര്യം നമ്മൾ ഒന്ന് പറഞ്ഞു വെച്ച് നിർത്തുവാനായിട്ടിടയായിത്തീർന്നു. പൗലോസ് അപ്പോസ്തലന്റെ സ്നാനത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഹല്ലേലൂയ. അപ്പോസ്തലർ 9-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോസ്തലർ 9-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അങ്ങനെ അനന്യാസ് അവന്റെ മേൽ കൈവച്ചു, ശൗലേ സഹോദരാ, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നമ്മളൊന്ന് ചിന്തിച്ചു തുടങ്ങിയതാണ്. ഇത് ദമസ്കോസിന്റെ പടിവാതിലിലേക്ക് അധികാരപത്രവുമായി പോയ, ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ യൂട്ടേൺ അടിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. വലിയൊരു പ്രകാശമേ നിന്നെ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു എന്ന് കർത്താവ് സംസാരിച്ചു. ഹല്ലേലൂയ. കുതിര പോയി, കാവൽക്കാർ പോയി, കൂടെയുള്ളവരെല്ലാം പോയി. ഹല്ലേലൂയ. ഒരു പദം മാത്രം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരികയാണ്, യൂദയുടെ ഭവനം, നേർവീതിയുടെ തെരുവ്, യൂദയുടെ ഭവനത്തിലേക്ക് പോവുക. യൂദയുടെ ഭവനത്തിൽ പ്രാർത്ഥനയോടെ ആയിരുന്ന പൗലോസ് അപ്പോസ്തലന്റെ അടുത്തേക്ക്, ശൗലിന്റെ അടുത്തേക്ക് അനന്യാസ് എന്ന ശിഷ്യനെ കർത്താവ് അയക്കുന്ന ഭാഗമാണ് അവിടെ നാം വായിച്ചത്. ഇവിടെ ഒരു പദം എന്നെ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നാനം ഏൽക്കുന്ന ഭാഗം 18-ാമത്തെ വാക്യത്തിൽ ഉണ്ടെങ്കിലും, ഹല്ലേലൂയ, അനന്യാസ് ആ വീട്ടിൽ ചെന്ന്, ഹല്ലേലൂയ, ശൗലിനോട് പറയുന്ന ഒരു പദം ശ്രദ്ധിക്കുക, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കഴിവുള്ള മനുഷ്യനാണ്. ഹല്ലേലൂയ. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച മനുഷ്യനാണ്, വാഗ്മിയായ മനുഷ്യനാണ്, കഴിവുള്ള മനുഷ്യനാണ്. എന്നാൽ അനന്യാസ് എന്ന് പറയുന്ന ശിഷ്യൻ പറയുകയാണ്, നിന്റെ ഈ കഴിവ് കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ ഒന്നും, ഹല്ലേലൂയ, മുമ്പോട്ടുള്ള നിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, അത് നിനക്ക് പ്രയോജനമാകുകയില്ല. ഹല്ലേലൂയ. ദൈവിക ശുശ്രൂഷയ്ക്ക്, ദൈവത്തോടുള്ള ബന്ധത്തിന് പരിശുദ്ധാത്മ പൂർണ്ണത നിനക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് കരം വെച്ച് പ്രാർത്ഥിക്കുക, നീ പരിശുദ്ധാത്മ പൂർണ്ണനാകണം. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. അവൻ കാഴ്ച പ്രാപിച്ച് എഴുന്നേറ്റ് സ്നാനമേറ്റ് ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിച്ചു. ആദ്യത്തെ അവനോടുള്ള, ഹല്ലേലൂയ, ശൗലെന്ന് അറിയപ്പെട്ട പൗലോസ് അപ്പോസ്തലനോടുള്ള പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ ദൂത്, നീ പരിശുദ്ധാത്മ പൂർണ്ണനാകണം.
ആയിരുന്നപ്പോൾ അപ്പോസ്തലന്മാരായ ശിഷ്യന്മാർ അവനെ അംഗീകരിക്കുവാൻ അല്പം ബുദ്ധിമുട്ട് കാണിക്കുകയുണ്ടായി. ബർന്നബാസാണ് പൗലോസ് അപ്പോസ്തലനെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ അവരൊക്കെ പരിചയപ്പെടുത്തിയെങ്കിലും ഇവരുടെ അകത്തൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു വന്നവനാണ് അവൻ. ഇനി ഞങ്ങളുടെ ഇടയിൽ വന്നതും അതുകൊണ്ടാണോ എന്നാണ് അവന്റെ പ്ലാൻ എന്നറിയാത്തത് കൊണ്ട് അപ്പോസ്തലൻ പൗലോസിനെ അടുപ്പിക്കുവാൻ അവർ ഇച്ചിരി വിമുഖത കാണിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവർ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 2-ഉം 3-ഉം വാക്യങ്ങളിൽ ഒരാൾ കർത്താവ് അപ്പോസ്തലനായ പൗലോസിനെ പരിചയപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 2-ഉം 3-ഉം അവർ കർത്താവിനെ ആരാധിച്ചു. ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേദനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ ഇൻട്രോഡക്ഷൻ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ കരമടിച്ചാൽ എന്റെ ശുശ്രൂഷയിൽ ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ. നമ്മുടെ പഠിത്തത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, നമ്മുടെ സാമർഥ്യം കൊണ്ടല്ല, ദൈവവേലയ്ക്ക് ദൈവാത്മാവ് നമ്മെ ഉപയോഗിക്കപ്പെടുത്തണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ പറഞ്ഞയക്കണം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കണം. തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധാത്മാവ്, അയക്കുന്നത് പരിശുദ്ധാത്മാവ്. കർത്താവദാസൻ പ്രിയ വിമൽബോധനോട് സ്നാനത്തിന് മുമ്പ് സംസാരിച്ച ഭാഗം ഞാൻ ശ്രദ്ധിച്ചു. ഇനി നിന്നെ നിയന്ത്രിക്കുന്നത് നീയല്ല, നിന്റെ ചിന്തകളല്ല, നിന്റെ തീരുമാനങ്ങളല്ല. ഇന്നലകൾ വരെ പലതും നിന്നെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇന്നു മുതൽ നിന്നെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചാൽ പോകണം. പരിശുദ്ധാത്മാവ് സംസാരിച്ചാൽ സംസാരിക്കണം. പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ ഇടപെടണം. ആത്മാവിനെ കീഴ്പ്പെടുത്തണം. ആത്മാവിനെ അനുസരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനനുസരിച്ച് ഏൽപ്പിക്കപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ താൻ ശുശ്രൂഷയ്ക്ക് വളരെയധികം ആഗ്രഹമുള്ളവരായിരുന്നു കൊണ്ട്, അടങ്ങിയിരിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരായതുകൊണ്ട്, എപ്പോഴും ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിയുള്ള മനുഷ്യരായതുകൊണ്ട് ആസിയയെ ലക്ഷ്യമാക്കി വചനം സംസാരിക്കാൻ വേണ്ടി കടന്നു പോകുവാൻ തീരുമാനിച്ച് പൗലോസ് അപ്പോസ്തലനെ കുറിച്ചോട് എഴുതിയിരിക്കുന്നത് അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പൊ നമ്മുടെ ഇഷ്ടമല്ല, നമ്മുടെ പദ്ധതിയല്ല, നമ്മുടെ തീരുമാനമല്ല. ചിലത് നല്ലതെന്ന് നമുക്ക് തോന്നുമെങ്കിലും പരിശുദ്ധാത്മാവ് ചിലത് വിലക്കും. പരിശുദ്ധാത്മാവ് വിലക്കിയാൽ അതനുസരിക്കണം. നമ്മെ നേർനിരത്തിൽ നടത്തുന്ന ദൈവാത്മാവാണ്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് കാണിച്ചു തരുന്ന ആത്മാവാണ്. അതുകൊണ്ട് അവന്റെ വിലക്കുകളെ കൂടെ സ്വീകരിക്കണം. വീണ്ടും അദ്ദേഹം ആഗ്രഹിക്കുന്ന ബിഥുനയിലേക്ക് പോകാം, ആസിയയിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കാതിരുന്നത് കൊണ്ട് ബിഥുനയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ബിഥുനയ്ക്കും പോകാൻ സമ്മതിച്ചില്ല, ആസിയയിലും പോകാൻ. എന്നിട്ട് അവർ മൂസ കടന്ന് ത്രോവോസിലെത്തി. അപ്പോസ്തലനായ പൗലോസിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആസിയയിലേക്ക് പോകാൻ ശ്രമിച്ചു, പരിശുദ്ധാത്മാവ് വിലക്കുന്നു. ബിഥുനയിലേക്ക് പോകാൻ ശ്രമിച്ചു, പരിശുദ്ധാത്മാവ് വിലക്കുന്നു. ഒരുപക്ഷെ പ്രാർത്ഥനയിലായിരുന്നു കാണും, ദൈവശബ്ദം കേൾക്കുവാനായി തയ്യാറായിരുന്നു കാണും. എന്നാൽ 9-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ ഒരു പുരുഷൻ അരികെ വന്ന് നിന്നിട്ട് അവൻ പറയുകയാണ്, നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നത്
എടുക്കരുത്. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ അങ്ങനെ താങ്ങുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാൻ ഒരിക്കൽ കൂടി കരങ്ങളെ സ്തോത്രം ചെയ്താട്ടെ.